CH തന്റെ മുഖത്ത് ബാൻഡേജ് വെച്ച് കെട്ടി അന്ന് കണ്ണൂരിൽ വന്ന് പ്രസംഗിച്ചത്, എന്റെ മുഖത്ത് ആസിഡ് കൊണ്ടേറ്റ മുറിവിന്റെ പാടുകൾ മരുന്ന് കൊണ്ട് ഉണക്കാൻ സാധിച്ചേക്കും, പക്ഷേ കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ മുഖത്ത് മുറിവേറ്റാൽ അത് ഉണക്കാൻ കഴിയില്ല. ക്ഷമാശീയുടെ കൂടിയാണ് അല്ലാഹു. CH എന്ന് പ്രസംഗിച്ചു. ആ CH-നെ തളയ്ക്കാൻ ശ്രമിച്ചവർക്ക്, അന്ന് CH-നെതിരെ മുഖത്തേക്ക് ആസിഡ് ബോംബെറിഞ്ഞവർ തന്നെയാണ്, അവരുടെ പിന്തലമുറക്കാർ തന്നെയാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മുഖത്തേക്ക് അപവാദത്തിന്റെ ബോംബെറിയുന്നത് വന്ന് തിരിച്ചറിയാൻ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്ക് കഴിയും എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അവരുടെ ലക്ഷ്യം ലീഗിനെ തകർക്കുകയാണ്. ഇവരൊക്കെ അങ്ങ് ഒത്തുകൂടുക, എല്ലാവരും ഒത്തുകൂടുക, ഇവരൊരു ഭാഗത്ത്. പിന്നെ വേറെ ഒരു കൂട്ടരാരാണ്? നമ്മുടെ മാധ്യമങ്ങളാണ്. മാധ്യമം എന്ന് ഞാൻ പറഞ്ഞാൽ മാധ്യമം വ്യക്തമാണല്ലോ. ഇവർക്ക് ചില താല്പര്യമുണ്ട്. ഇസ്ലാമിക സംഘടനയാണ്, ഇസ്ലാമിക വിപ്ലവം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു വ്യക്തിക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ട് അതിന് വ്യക്തമായ 4 സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ ഭൂമിയിൽ ഏറ്റവും വലിയ അധമന്മാർ അവരാണെന്നും അവർക്ക് അർഹിക്കുന്ന ശിക്ഷ ചാട്ടവാറടിയാണെന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ ചാട്ടവാറടി ഏറ്റുവാങ്ങേണ്ടത് ഏത് അമീറാണ് എന്ന് ആ പത്രം തീരുമാനിക്കട്ടെ എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആരാണ് ഏറ്റുവാങ്ങേണ്ടത്? നുണപ്രചരണങ്ങൾ ഏത് ഭാഗത്തായാലും, അത് തൂലികയിലൂടെയാണെങ്കിലും എവിടെയാണെങ്കിലും പരദൂഷണം തന്നെയാണ്. ആ പരദൂഷണം പറഞ്ഞ് ഞങ്ങളെ തകർക്കാമെന്നാണോ കരുതുന്നത്? എന്ന് തുടങ്ങിയതാണ് നിങ്ങൾ ഈ ടാർജറ്റ്? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ ഒരാരോപണമല്ലല്ലോ. മുമ്പ് ഹാഷിം റിഫായി കാരന്തൂർ മർക്കസിൽ വന്നു. കാരന്തൂർ മർക്കസിൽ ഹാഷിം റിഫായി വന്നപ്പോ അന്ന് ഹാഷിം റിഫായിയുടെ കുവൈറ്റ് പെട്ടി പിടിച്ചു വന്ന കൂട്ടത്തിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിയായിരുന്നു. എന്തായിരുന്നു പെട്ടിക്കകത്ത് എന്നറിയാമല്ലോ? ഇസ്ലാമിക ഗ്രന്ഥങ്ങളായിരുന്നു ആ പെട്ടിയിലധികം. ഇതാ ഒരു കറുത്ത പെട്ടിയുമായി റിഫായി വന്നു. കുഞ്ഞാലിക്കുട്ടി പ്രതിയാണ്. അത് വില പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ കാത്തിരുന്നു. ഇനി എന്താണ്? ISRO ചാരക്കേസ് വന്നു. ചാരക്കേസിലും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിയാണ്. അതിൽ നിന്നും രക്ഷിച്ചു അല്ലാഹു. പിന്നെ പറഞ്ഞു കശ്മീരിൽ നിന്ന് ചില തീവ്രവാദികൾ വന്നു, അവിടെയും അദ്ദേഹത്തിന്റെ പേര്. ഏത് വന്നാലും മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ ഘടക കക്ഷിയുടെ പ്രഗത്ഭനായ മന്ത്രി അതിൽ പങ്കാളിയാണ്. ഇത് എഴുതാതൊരു ലേഖനം കടന്നുപോയിട്ടില്ല. ഒടുവിൽ മാറാട് 9 പേര് കൊല്ലപ്പെട്ടപ്പോ ഞാൻ തുറന്നു പറയട്ടെ, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അനുമതിയോടുകൂടി എനിക്കറിയാം, അർദ്ധരാത്രി ഉറക്കമൊഴിച്ച് പല മതസംഘടനാ നേതാക്കന്മാരുമായി കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തിയ ചർച്ച. നമ്മളൊക്കെ ഉറങ്ങുമ്പോ ഒരു തുള്ളി രക്തം ഇനി മാറാട് ചിന്തരുത് എന്ന് കരുതി ആത്മാർത്ഥമായി ചർച്ച നടത്തുമ്പോ മാറാട് കേസിലെ 1-ാം പ്രതി കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറഞ്ഞ രാജഗോപാലിന്റെ വായിലൂടെയാണ് ഇപ്പോഴും ഈ വൃത്തികെട്ടവർ ഒഴുകുന്നത് എങ്കിൽ നിങ്ങളെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കും എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. മാറാട് കേസിൽ 1-ാം പ്രതി ഇദ്ദേഹമാണ്. അത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ആയുധവുമായി ഇറങ്ങിയത്. ഇത് ഇവിടെ തുടങ്ങിയതല്ല, ഇതിന് ചില കാരണങ്ങളുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ചില കാര്യങ്ങളിലൊക്കെ ചില പിടിവാശിയുണ്ട്. ആ പിടിവാശി ചെറുതല്ല. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് കോഴിക്കോട് കടപ്പുറത്ത് റാലി നടത്തിയപ്പോ ആ റാലിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചില ചാട്ടുളി ഉണ്ടായിരുന്നു. ആ ചാട്ടുളി ഒന്ന്, മുസ്ലിം ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് അന്ന് CH പറഞ്ഞുവെങ്കിൽ ഞാൻ ഒരു ചെറിയ വകഭേദം വരുത്തുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് മുറിവേറ്റ സിംഹമാണ്. ഇനി മുറിവുണങ്ങിയിട്ടല്ലാതെ ലീഗുകാർ വിശ്രമിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിട്ടുണ്ട്. നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഏതറ്റം വരെ പോകാനും മുസ്ലിം ലീഗ് തയ്യാറാകുമെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ വേദിയിൽ മറ്റൊരു ശബ്ദം കൂടി മുഴങ്ങി. NSSന്റെ നേതാവ് ആരെങ്കിലും ഇനി നരേന്ദ്രൻ കമ്മീഷൻ അനുകൂലമായി നിന്നാൽ അവരെ നിയമസഭ കാണില്ല എന്ന് പറഞ്ഞപ്പോ നിയമസഭയിൽ പോകേണ്ട നിയമസഭാ സാമാജികന്മാരുടെ പെരുമാറ്റച്ചട്ടങ്ങളും നിബന്ധനകളും എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ എവിടെയും ചങ്ങനാശ്ശേരിയിൽ പോയി നാരായണ പണിക്കരുടെ തിട്ടൂരം വാങ്ങണമെന്ന് എഴുതിയിട്ടില്ല എന്നുകൂടി പറഞ്ഞതോടെ രാഷ്ട്രീയ ശത്രുക്കളുടെ എണ്ണം പെരുകുന്നു. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വേണമെങ്കിൽ ഇവരുടെയൊക്കെ പ്രചരണങ്ങളെ
തകർക്കാൻ ഒരു ചെറിയ കുറിപ്പ് മതിയായിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒരു കത്തുണ്ടല്ലോ, ആ കത്തങ്ങ് പ്രസിദ്ധീകരണത്തിന് കൊടുത്തുകൂടെ? ഇവരെ പോലുള്ള രാഷ്ട്രീയ മാന്യതയല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം പറഞ്ഞു, വ്യക്തിപരമായ ഒരു കത്ത് ഞാൻ പ്രസിദ്ധീകരണത്തിന് കൊടുക്കാൻ പാടില്ല. എന്താ കത്തിൽ എഴുതിയത്? അബ്ദുൽ നാസർ മൈദനി ജയിലിൽ പോക്കാൻ കാരണക്കാരൻ കുഞ്ഞാലിക്കുട്ടി സാഹിബാണെന്നല്ലേ? എന്നാൽ ജയിലിലെ കോയമ്പത്തൂർ ജയിലിൽ നിന്ന് സീല് വെച്ച ഒരു കത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇല്ലന്റ് അതിൽ മൈദനി എഴുതിയ വരികളുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞാൻ അങ്ങേക്കെതിരായി പലതും പ്രസംഗിച്ചു, പലതും പ്രവർത്തിച്ചു. എല്ലാം എനിക്കറിയാം. ഞാൻ എന്റെ ഒരു അപവാദ പ്രചരണമായിരുന്നു എന്ന് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. നിഷ്കളങ്കനായ അങ്ങേക്കെതിരിൽ എന്തിനാണ് ഞാൻ ഇത്ര പ്രസംഗിച്ചത് എന്ന് എനിക്ക് ദുഃഖം തോന്നുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞാൻ എന്നെ പ്രസംഗിച്ചതിന് അങ്ങനെക്ക് മാപ്പ് തരണം, അങ്ങനെക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ നാസർ മൈദനി എഴുതിയ കത്തിന്റെ കോപ്പി കയ്യിലുണ്ടായിട്ട് പോലും വിവേകശാലിയായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ബുദ്ധിയോട് മൗനിയായിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ ഒരു ബുദ്ധിയാണ് പലർക്കും ദഹിക്കാത്തത്. വികാരത്തിൽ അടിമപ്പെടുന്ന ഒരു നേതാവല്ല. അതുകൊണ്ട് ഇവർക്ക് ആവശ്യം ഇവരെ വീഴ്ത്തണം. അതിനൊരുപാട് നുണപ്രചരണങ്ങൾ നടത്തണം, ഒരുപാട് നുണച്ചാക്കുകൾ ഇറക്കണം. അതിനുവേണ്ടി എല്ലാ അടവുകളും എടുത്ത് പ്രയോഗിക്കുന്ന ആളുകൾ എത്രയെത്ര നുണകൾ. ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായ ഒരു വാർത്തയെങ്കിലും എഴുതിക്കൂടെ? നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോട് വിമാനത്താവളത്തിലേക്കും 10,000-കണക്കിന് ആളുകൾ ഒരു പ്രസ്താവന പോലും ഇല്ലാതെ ഒഴുകിയെത്തി. പാർട്ടിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച ജനക്കൂട്ടം. ഞങ്ങൾ ആരും കരുതിയില്ല ഇത്ര വലിയ ജനമെത്തുമെന്ന്. ആ ജനക്കൂട്ടത്തിനിടയിൽ ഏതോ വികൃതികൾ കടന്നു കയറിയതാണോ ആരാണെന്നറിയില്ല, ഒറ്റപ്പെട്ട ഒരു ചെറിയ സംഭവം ഉണ്ടായി. 14 വയസ്സുള്ള ഒരു കുട്ടി എയർപോർട്ടിന്റെ പണി നടക്കുന്ന കോൺക്രീറ്റ് കെട്ടിടത്തിന് മുകളിൽ കയറിയിട്ട് ആ കോൺക്രീറ്റ് കമ്പിയിൽ ഒരു കൊടി കെട്ടി. 14 വയസ്സുകാരൻ കൊടി കെട്ടിയപ്പോഴേക്കും താഴെ നിൽക്കുന്ന കാരണവന്മാർ വിളിച്ചു പറഞ്ഞു, അത് തെറ്റാണ്, ആ കൊടി താഴെ ഇറക്കണം. ആ കുട്ടി ഉടനെ കൊടി ചുരുട്ടി താഴേക്ക് എറിഞ്ഞു. ലോകം മുഴുവൻ സാക്ഷിയാണ്. എന്നിട്ട് ഒരു ദേശീയ നേതാവ് രാജഗോപാൽ പത്രസമ്മേളനം നടത്തുകയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക കെട്ടുന്ന കാലിൽ ആ പതാക താഴ്ത്തിയിട്ട് മുസ്ലിം ലീഗിന്റെ പതാക കയറ്റി. അതിന് ലേഖനങ്ങൾ എഴുതിയ ചില മാധ്യമങ്ങൾ. ഇന്നലെ ഒരു മാധ്യമം എഴുതിയിരിക്കുന്നു, അവരിൽ ചിലരൊക്കെ കുടുങ്ങും. ഞാൻ ചോദിക്കട്ടെ, ലീഗ് യോഗത്തിലേക്ക് വന്ന ഈ കൊച്ചുകുട്ടിയെ ഒരു കേസിൽ കൊടുക്കുകയാണ് പത്രധർമ്മമെങ്കിൽ ആ പത്രത്തെ നിങ്ങൾ അർഹിക്കുന്ന ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാത്ത ബാധ്യത ജനങ്ങൾ ഏറ്റെടുക്കുക. എന്താ ഇവരൊക്കെ ചെയ്ത ജോലി? എന്താ ഇവരുടെയൊക്കെ ബാധ്യത? ക്ഷീരമുള്ള രകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നതുപോലെ കോട്ടക്കൽ ഇന്നലെ 10,000 ഒത്തുകൂടിയപ്പോ അതിന്റെ നടുവിലൊരു പെട്ടിക്കോളം മുനീർ വന്നില്ല. കോഴിക്കോട്ടിൽ നിന്ന് പുറപ്പെട്ട മുനീർ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. ബഹുമാനായ ഡിവൈഎസ്പി മന്ത്രി ഫോണിൽ വിളിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നറിയിച്ചപ്പോ ആ മെസ്സേജ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു, മന്ത്രി വരുന്നു, ഇങ്ങോട്ട് വരുന്നു. ബഹുമാനായ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പ്രസംഗം ഇനിയും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല, അതുകൊണ്ട് മുനീർ സാഹിബിനോട് ഇനി ഇങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞേക്കൂ, യോഗം അവസാനിപ്പിക്കാം. അപ്പോഴേ